ഗ്രേസ് മാർക്ക് റദ്ദാക്കി 1563 വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. പരീക്ഷ എഴുതിയില്ലെങ്കിൽ ആദ്യം ലഭിച്ച മാർക്കായിരിക്കും പരിഗണിക്കുക. അതേസമയം പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്നും കോടതിയുടെ ഏത് നിർദ്ദേശവും നടപ്പിലാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കൗൺസിലിംഗോ പ്രവേശന നടപടികളോ തടയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ആകെ 4500 സെന്ററുകളിൽ 6 സെന്ററുകളിലായിരുന്നു പ്രശ്നമുണ്ടായത്. സമയക്രമത്തിലെ അപാകത ഗ്രേസ് മാർക്കിലേക്ക് വഴിവെച്ചു. എ, ബി എന്നീ 2 ചോദ്യപേപ്പർ സെറ്റുകൾക്ക് പകരം തെറ്റായ സെറ്റ് ഇപ്പറഞ്ഞ സെന്ററുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയതാണ് പ്രശ്നമായത്. മാറ്റി നൽകിയപ്പോഴേക്കും സമയത്തിൽ അപാകതയുണ്ടായി. എന്നാൽ ചോദ്യപേപ്പർ എങ്ങനെ മാറി എന്നത് വ്യക്തമല്ല. ऑनरेबल सुप्रीम कोर्ट ने स्पष्ट किया है उन 1563 स्टूडेंट्स को री एग्जामिनेशन का अपॉर्चुनिटी दिया जाए. 23 जून को 1563 स्टूडेंट को दोबारा नीट एग्जामिनेशन का ऑप्शन उनके सामने दिया जाएगा. वो परीक्षा दे सकते हैं, नहीं तो जो उनको ओरिजिनल परीक्षा की जो नंबर है. ആരെങ്കിലും മനഃപൂർവ്വം തിരിമറിക്ക് ശ്രമിച്ചെങ്കിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും. ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയും ATA അധികൃതരും ഉന്നതതല യോഗവും ചേർന്നിരുന്നു. അപാകതയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേരളത്തിൽ SFIയുടെ വ്യാപക പ്രതിഷേധമാണ് നടന്നത്. കോഴിക്കോട്ടെ മാർച്ചിൽ സംഘർഷമുണ്ടായി. കൊച്ചി BSNL ഓഫീസ് മാർച്ചിലും ജലപീരങ്കിയും ലാത്തി പ്രയോഗവുമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.